ഭർത്താവ് ഭർത്താവിന്റെ അമ്മയും അച്ഛനും കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു, അവരെ നോക്കുന്നു. അത് കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല ഭാര്യയ്ക്ക്. അസൂയയും ദേഷ്യവും ഒക്കെ വരുന്നു. അങ്ങനെ ഇരിക്കെ ഭർത്താവിന്റെ വീട് വിട്ടിറങ്ങി അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നു. ഭർത്താവിനോട് അമ്മയും അച്ഛനും സ്നേഹിക്കണ്ടെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? അയാളെ വളർത്തി ഉണ്ടാക്കിയതും ഈ ലെവലിൽ കൊണ്ട് എത്തിച്ചതും അയാളുടെ അമ്മയും അച്ഛനാണ്. ഭാര്യയെ മാത്രം കെട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? എന്നിട്ട് അത് തെറ്റാന്ന് പറയാണ്. എന്നിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവളുടെ വീട്ടിൽ പോയി നിന്ന്, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്നെ മാറ്റി നിർത്തുവാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം, അതല്ല എങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാം, എനിക്ക് മാസ ചെലവ് തന്നാൽ മതി. മാസ ചെലവ് ഭർത്താവ് കൊടുക്കുന്നില്ല. ഭാര്യ കോടതിയിൽ എത്തുന്നു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. മധ്യപ്രദേശ് ഹൈക്കോർട്ട് പറയുന്നത് എന്താണെന്നറിയോ? ശരിയാണ് പറയുന്നത്. എല്ലാ ഹൈക്കോർട്ടുകളും ഇതേപോലെ പ്രതികരിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ ഇതേപോലെ ജഡ്ജ്മെന്റ്സ് പാസ് ചെയ്യാൻ നിന്നാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഓർഡേഴ്സ് പാസ് ചെയ്താൽ ഭർത്താക്കന്മാരുടെ ലൈഫ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മധ്യപ്രദേശ് ഹൈക്കോർട്ട് പറഞ്ഞത്, ഭർത്താവ് അച്ഛനും അമ്മയും സ്നേഹിക്കുന്നു, അവരെ നോക്കുന്നു, അവരെ കെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ മാത്രം ഒരു കുറ്റമായി കണ്ട് സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് ഭർത്താവിനോട് ചെലവ് ചോദിക്കുന്നത് ഒരിടത്തും ന്യായമല്ല. അതുകൊണ്ട് മെയിൻ്റനൻസ് കൊടുക്കണ്ട എന്ന് തന്നെയാണ് മധ്യപ്രദേശ് ഹൈക്കോർട്ട് പറഞ്ഞത്. അപ്പം ഇതുപോലത്തെ ഇഷ്യൂസ് ഉള്ള ഏതെങ്കിലും ഭർത്താക്കന്മാർ ഉണ്ടെങ്കിൽ ഈ ഒരു മധ്യപ്രദേശിൻ്റെ കേസിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ വക്കീൽമാർക്ക് അറിയാം, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇപ്പം എല്ലാവരും പറയും സുപ്രീം കോർട്ടിനെ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നതെന്ന്. സത്യമാണ്, സുപ്രീം കോർട്ടിനെ മാത്രമാണ് അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധം. ബാക്കിയുള്ള ഹൈക്കോർട്ട് പറയുന്ന ജഡ്ജ്മെൻറ്റ്സ് യൂസ്ഫുൾ അല്ല എന്ന് ഒരു കോടതിയും പറയത്തില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ജഡ്ജ്മെൻറ്റ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് നിങ്ങളുടെ ജഡ്ജിന് കാണിച്ചു കൊടുക്കുക, കേൾപ്പിച്ചു കൊടുക്കുക. സോ ദാറ്റ് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ അറിയണമല്ലോ. അഫ്കോഴ്സ് ജഡ്ജസിന് അറിയാം, കോർട്ടിന് അറിയാം, അല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതൊന്നും നിങ്ങളായിട്ട് കോടതിയോട് പറഞ്ഞില്ലെങ്കിൽ കോർട്ട് ഒന്നും ചെയ്യാൻ പോണില്ല. നിങ്ങൾ പറയണം, എന്നാൽ മാത്രമേ കോടതി കേൾക്കുള്ളൂ. സോ ഈ കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്.